ഹായ് വെരി വാം വെൽക്കം ടു MST ടോക്സ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് +1 ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസുകളും അതിൻ്റെ എക്സ്പ്ലനേഷൻസുകളുമാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. +1 +2 ക്ലാസ്സിൽ പഠിക്കുന്ന എൻട്രൻസ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഉപകാരപ്രദമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. യഥാസമയം നിങ്ങളിലേക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ എത്തും. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫുകളിലേക്ക് വരാം. ഒന്നാമത്തെ ഗ്രാഫ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. റെസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടുത്തെ പ്രത്യേകതകൾ: തീറ്റ 0 ഡിഗ്രിയാണ്, വെലോസിറ്റി 0 ആണ്, ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. രണ്ടാമത്തെ ഗ്രാഫിലേക്ക് നോക്കൂ. ഇത് യൂണിഫോം വെലോസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? തീറ്റ കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സലറേഷൻ 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ 0 ആക്സലറേഷന്റെ ഗ്രാഫ് എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. ലൈൻ വിത്ത് കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണ്. അടുത്ത ഗ്രാഫ് ദാറ്റ് മീൻസ് ആക്സലറേഷൻ പോസിറ്റീവായ ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? തീറ്റ ഈസ് ഇൻക്രീസിങ്, സോ വി ഈസ് ഇൻക്രീസിങ്. മാത്രമല്ല, ലൈൻ bending towards position axis represents increasing velocity of particle. It means the particle possess acceleration എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. XT ഗ്രാഫിലെ പോസിറ്റീവ് എക്സലറേഷന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് വരാം. അടുത്തത് നെഗറ്റീവ് എക്സലറേഷന്റെ ഗ്രാഫാണ്. പ്രത്യേകത ശ്രദ്ധിക്കണം. പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ മോഷൻ വിത്ത് നെഗറ്റീവ് എക്സലറേഷൻ കേസ് ആണ് ഇത്. പ്രത്യേകതകൾ: തീറ്റ ഈസ് ഡിക്രീസിങ്, സോ വി ഈസ് ഡിക്രീസിങ്. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, ലൈൻ ബെൻഡിങ് ടുവേർഡ്സ് ടൈം ആക്സിസ് represents decreasing velocity of the particle. It means the particle possess retardation എന്നാണ് ഇത് വിളിക്കുന്നത്. അടുത്ത ഗ്രാഫിലേക്ക് വരാം. അടുത്ത ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഓൺ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ്സ് ദി ആക്സലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എന്നതാണ്. ഇവിടെ ഒരു VT ഗ്രാഫാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സലറേഷൻ ആയിരിക്കും എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷൻ, അതായത് x1 ഉം x2 ഉം നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി എന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്ത ഗ്രാഫിലേക്ക് വരാം. അടുത്തത് കോൺസ്റ്റന്റ് വെലോസിറ്റിയുടെ ഗ്രാഫ്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റിയുമാണ്. തീറ്റ 0 ആണ്, ആക്സലറേഷൻ 0 ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. അടുത്തത് യൂണിഫോം ആക്സലറേഷന്റെ ഗ്രാഫ്. എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ വെലോസിറ്റി, തീറ്റ കോൺസ്റ്റന്റ്, a equal to constant and v is increasing uniformly with time. ലൈൻ എങ്ങനെ കിടക്കുന്നത്? ലൈൻ വിത്ത് കോൺസ്റ്റന്റ് സ്ലോപ്പ്. അടുത്തത് തീറ്റ ഇൻക്രീസിങ്ങും സോ ആക്സലറേഷൻ ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു VT ഗ്രാഫാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത്. ഇനി വ്യത്യസ്തകരമായ VT ഗ്രാഫുകളിലേക്ക് വരാം. ഒന്നാമത്തത് തീറ്റ ഡിക്രീസിങ്ങും ആക്സലറേഷൻ ഡിക്രീസിങ്ങുമായിട്ടുള്ള ഗ്രാഫാണ് ആദ്യം നിങ്ങൾ കാണുന്നത്. തുടർന്ന് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. ഒന്നാമത്തത് തീറ്റ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അടുത്തതും തീറ്റ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. എന്താണ് ഇവിടുത്തെ വ്യത്യാസം ചോദിച്ചാൽ, രണ്ടാമത്തെ ഗ്രാഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് നെഗറ്റീവ് ആണ്. മൂന്നാമത്തെ ഗ്രാഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഈസ് പോസിറ്റീവും ആണ്. അടുത്ത ഗ്രാഫിലേക്ക് വരാം. നെഗറ്റീവ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ്. തീറ്റ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഗ്രേറ്റർ ദാൻ 90. എന്താണ് പ്രത്യേകത? ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് പോസിറ്റീവ് ആയിരിക്കും. അടുത്തത് നെഗറ്റീവ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ തന്നെയാണ് പറയുന്നത്. തീറ്റ ഈസ് കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഗ്രേറ്റർ ദാൻ 90 ആണ് ഇനി ഈ രണ്ട് കേസിലും. പക്ഷെ എന്താ പ്രത്യേകത? ആദ്യത്തെ ഗ്രാഫ്
ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് 0 ആണ്. രണ്ടാമത്തത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് നെഗറ്റീവ് ആണ്. അടുത്തത് ഫ്രീ ഫോൾ കേസിലേക്ക് വരാം. എന്താണ് ഫ്രീ ഫോൾ? ഇഫ് എയർ റെസിസ്റ്റൻസ് ഈസ് നെഗ്ലക്റ്റഡ് ദി ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ ഫ്രീ ഫോൾ. ആ ഫ്രീ ഫോളിന്റെ 3 ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് വേരിയേഷൻ ഓഫ് ഡിസ്റ്റൻസ് വിത്ത് ടൈമിന്റെ ഗ്രാഫാണ് ആദ്യമുള്ളത്. രണ്ടാമത്തത് വേരിയേഷൻ ഓഫ് വെലോസിറ്റി വിത്ത് ടൈം ആണുള്ളത്. മൂന്നാമത്തത് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ വിത്ത് ടൈമിന്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് എസ് ടി ഗ്രാഫ്, അതുപോലെ തന്നെ വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. ഇനി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എന്ന കൺസെപ്റ്റിലേക്ക് വരാം. ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് വൺ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ് എന്നാണല്ലോ. അതിൽ ആദ്യത്തെ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. എന്താണ് പ്രത്യേകത? 2 ഒബ്ജക്റ്റ് ഒരേ വെലോസിറ്റിയിൽ, ഈക്വൽ വെലോസിറ്റിയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്. 2 ഒബ്ജക്റ്റും വിത്ത് എ വെലോസിറ്റി ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. ആ സമയത്ത് 2 മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് TM, ടൈം ഓഫ് മീറ്റിംഗ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. അടുത്തത് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്. 2 ഒബ്ജക്റ്റ് അണീക്വൽ വെലോസിറ്റി സഞ്ചരിക്കുന്നു, കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ടൈം ഓഫ് മീറ്റിംഗ് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇനി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഗ്രാഫിൽ എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ആണ് ഐ ക്യാപ്, വൈ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്, സെഡ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ആണ് കെ ക്യാപ്. അതാണ് ആദ്യത്തെ ഗ്രാഫിൽ കാണുന്നത്. ബി എന്ന് പറയുന്ന ഗ്രാഫിൽ കാണിക്കുന്നത് എ എന്ന വെക്ടർ 2 കമ്പോണന്റ് ആയി റിസോൾവ് ചെയ്തിരിക്കുന്നു. ഒന്ന് എ എന്നും 2 എ സെഡ് എന്നും. മൂന്നാമത്തെ സി എന്ന പാർട്ടിൽ കാണിച്ചിരിക്കുന്നത് എ ഐ ആൻഡ് എ സെഡ് അലോങ് എക്സ് ആൻഡ് വൈ ആക്സ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എ ഐ ആൻഡ് എ സെഡ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഐ ക്യാപ് ആൻഡ് ജെ ക്യാപ്. അതുകൊണ്ടാണ് എ എക്സ് ഐ ക്യാപ് ആൻഡ് എ വൈ ജെ ക്യാപ് എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഒരു പൊസിഷൻ വെക്ടർ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. എക്സ് ഐ ക്യാപ്പും വൈ ജെ ക്യാപ്പും നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ഗ്രാഫിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് ഒരു മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ കർവ് ആണ് കാണിച്ചിരിക്കുന്നത്. പിയും പി ഡേഷും പൊസിഷൻ ആണ്, ടൈം ടിയും ടി ഡേഷും റെസ്പെക്റ്റീവ്ലി. അങ്ങനെ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം പി ടു പി ഡാഷ് അതാണ് ഇവിടെ കാണുന്നത്. ഡെൽറ്റ ആർ ഈക്വൽ ടു ആർ ഡാഷ് മൈനസ് ആർ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കൊക്കെ ഇത് വരുന്നുണ്ട്. അടുത്ത ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് വെലോസിറ്റിയുടെ കമ്പോണന്റുകളാണ്. വി എക്സ് ഈക്വൽ ടു വി കോസ് തീറ്റ, വി വൈ ഈക്വൽ ടു വി സൈൻ തീറ്റ. ഹോറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് പ്രൊജക്ടൈൽ മോഷന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? It is a body which is thrown into space with some initial velocity and thereafter moves only under the effect of gravity. ഇവിടെ ഒരു പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്യുന്നു with a velocity u making an angle theta with the horizontal. The velocity can be resolved in 2 components. അതാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. പിന്നെ v0 xi ക്യാപ്പും v0 yj ക്യാപ്പും നിങ്ങൾ കാണുന്നുണ്ട്. അതിനുശേഷം ആ ഗ്രാഫ് ഇങ്ങനെ വരുന്ന നോക്കൂ നിങ്ങൾ. ഏറ്റവും ടോപ്പിൽ വി വൈ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 0 ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രൂപമാണ്, ഇതിനെയാണ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ, ഒരു പരാബോള രൂപത്തിലാണ് ഉള്ളത്. അടുത്തതാണ് ബാങ്കിങ് ഓഫ് റോഡ്. എന്താണ് ഈ ബാങ്കിങ് ഓഫ് റോഡ്? അറ്റ് എ കർവ് ദി റോഡ് ഈസ് മെയ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് ഈസ് റൈസ്ഡ് അബൌവ് ദി ഇന്നർ എഡ്ജ്. ദിസ് ഈസ് കോൾഡ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ഈ കാണിച്ച ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തത് ലെവൽ റോഡ് കേസാണ്, രണ്ടാമത്താണ് ബാങ്ക്ഡ് റോഡ്. ആ ബാങ്ക്ഡ് റോഡ് കേസിലുള്ള നോർമൽ റിയാക്ഷൻ എവിടെയൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. വെയിറ്റ് W=mg എവിടെയൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രിക്ഷൻ എങ്ങോട്ടാണ്, എഫ് എങ്ങോട്ടാണെന്നൊക്കെ വ്യക്തമായിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്.
അടുത്തത് ഒരു സ്കേലാർ പ്രൊഡക്റ്റിനെ വിശദീകരിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും ഉണ്ട്. ഇവിടുത്തെ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ്. അവിടെ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ ടു എ ആണ്. എ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ടു ബി ആയിരിക്കും എന്നത് കൂടി ഓർത്തു വെക്കുക. അടുത്തത് നമ്മൾ ഫോഴ്സ് എക്സ് ഗ്രാഫാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 6.3a എന്ന് നോട്ട് ചെയ്ത ഈ ഗ്രാഫ് വേരിയേഷണൽ കേസ് ആണ്, വേരിയബിൾ ഫോഴ്സിന്റെ കേസ് ആണ് ചർച്ച ചെയ്യുന്നത്. അവിടെ വർക്കിടം കാണാൻ ഇക്വേഷൻ ഇന്റഗ്രൽ xi to x of f of x dx എന്നതാണ്. 6.3 എന്ന് കാണിച്ച ഈ ഗ്രാഫിൽ മനസ്സിലാക്കേണ്ടത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് വർക്ക് ഡൺ ആണ് കിട്ടുന്നത്. അടുത്തത് കൈനറ്റിക് എനർജിയുടെ വ്യത്യസ്തകരമായ ഗ്രാഫുകളിലേക്ക് നോക്കാം. ഒന്നാമത്തത് ഇയും വിയും തമ്മിലുള്ള ഗ്രാഫാണ്. രണ്ടാമത്തത് ഇയും പിയും തമ്മിലുള്ള ഗ്രാഫാണ്. അടുത്തത് ഇയും എമ്മും തമ്മിലുള്ള ഗ്രാഫാണ്. അടുത്തത് ഇയും പിയും തമ്മിലുള്ള ഗ്രാഫാണ്. എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. അടുത്ത ഗ്രാഫ് സൂചിപ്പിക്കുന്നത് വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി വിത്ത് ഹൈറ്റിനെ അനുസരിച്ച് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി മെക്കാനിക്കൽ എനർജിയുടെ കൺസെപ്റ്റ് ആണ് ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. അടുത്ത ഗ്രാഫ് സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ 8 എന്ന് രേഖപ്പെടുത്തിയ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓസിലേഷൻ കേസുകളാണ് അവിടെ വിശദമായി ചർച്ച ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ എനർജിയായ മെക്കാനിക്കൽ എനർജിയുടെയും ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സം എന്ന് പറയുന്നത് മാക്സിമം പൊസിഷൻ ആണ്, മൈനസ് എക്സം മാക്സിമം പൊസിഷൻ ആണ്. അത് പിന്നെ കംപ്രസ്ഡ് കേസ് ആയിരിക്കും എന്നതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. അടുത്തത് സെന്റർ ഓഫ് മാസ് പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രാഫാണ്. സെന്റർ ഓഫ് മാസ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ദിസ് entire mass of the body can be assumed to be concentrated. നിങ്ങൾക്ക് കാണാം, നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണോ കാണേണ്ടത്, m1ലേക്കുള്ള ദൂരം x1, m2ലേക്കുള്ള ദൂരം x2 എന്നൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയിലുള്ള എക്സ് കാണാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് x equal to m1 x1 plus m2 x2 divided by m1 plus m2 എന്നതാണ്. m1 ഉം m2 ഉം ഈക്വൽ ആണെങ്കിൽ x equal to x1 plus x2 by 2 ആയിരിക്കും. ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ വിശദീകരണം. ഇനി അതിനെ 2 കോർഡിനേറ്റും 3 കോർഡിനേറ്റും ഒക്കെ വരുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ടോർക്ക്. ടോർക്ക് ഈക്വൽ ടു ടോ ഈക്വൽ ടു RF sin theta എന്നതാണ് കൺസെപ്റ്റ്. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നതാണ് കൺസെപ്റ്റ്. അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് കാണിച്ചിരിക്കുന്നത് ഫോർ എ മെറ്റൽ. ഈ ഗ്രാഫിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. ബി എന്ന പോയിന്റിനെ ഞാൻ പോയിന്റിനെ വിളിക്കുന്ന yielded പോയിന്റ് എന്നാണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് വിളിക്കുന്നത്. അവിടുത്തെ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേര് yield സ്ട്രെങ്ത് എന്നാണ്. സിഗ്മ ബൈ എന്ന് ഞാൻ അല്ലെങ്കിൽ SY എന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പോയിന്റ് ഡി ഓൺ ദി ഗ്രാഫ് ഈസ് ദി അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ എന്നാണ് വിളിക്കുക. അൾട്ടിമേറ്റ് സ്ട്രെങ്തും ഫ്രാക്ചർ പോയിന്റ് ഡി ആൻഡ് ഇ ആർ ക്ലോസ്, the material is said to be brittle എന്നാണ് വിളിക്കുക. If they are far apart, the material is said to be ductile എന്നാണ് വിളിക്കുക. ഇതിനെ വിശദീകരിക്കുന്ന ഇലാസ്റ്റിക് ബിഹേവിയറിനെ കുറിച്ചും പ്ലാസ്റ്റിക് ബിഹേവിയറിനെ കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്ന ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞ ബ്രിട്ടിൽ മെറ്റീരിയലിലേക്ക് വരാം. ആദ്യത്തെ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ ഗ്രാഫാണ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് കേട്ടോ വരക്കുന്നത്. അവിടെ നോക്കൂ, ഇ ആൻഡ് സി സ്മോൾ. അടുത്ത ഡക്റ്റൈൽ മെറ്റീരിയൽ നോക്കൂ, ഇ ആൻഡ് സി കുറച്ചൊരു ഡിസ്റ്റൻസ് കാണാൻ പറ്റും. ഇലാസ്റ്റോമേഴ്സ് ആകുമ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെയാണ് എന്ത് പോകുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റ് ഫോർ ഇലാസ്റ്റോമേഴ്സ് ആൻഡ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഈസ് മച്ച് ലാർജർ ദാൻ ദി സ്ട്രെസ് അപ്ലൈഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 കേസാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ, ഡക്റ്റൈൽ മെറ്റീരിയൽ, ഇലാസ്റ്റോമേഴ്സിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഡയറക്ട്ലി ആണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ. Stress equal to K into strain, that is called Hooke's law. അടുത്തത് ടെർമിനൽ വെലോസിറ്റി എന്ന കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്കറിയാലോ, FV plus FB ഈക്വൽ ആകുന്നു ഡൗൺവേർഡ് ഫോഴ്സുമായിട്ട്, അതായത് FG യുമായിട്ട്.
then the total force acting on the body becomes 0. Thereafter, the body will move with constant velocity is called the terminal velocity. Fg എന്ന് പറയുന്ന weight of the body, Fv buoyant force, Fv viscous force. ഇവിടെ v വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. vt ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് രണ്ട് സ്കെയിലുകൾ, സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരനീറ്റ് സ്കെയിൽ. അവരുടെ ഫാരനീറ്റ് ടെമ്പറേച്ചർ വേഴ്സസ് സെൽഷ്യസ് ടെമ്പറേച്ചർ TF ഉം TC തമ്മിലുള്ള ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് 0ക്ക് കറസ്പോണ്ടിങ് ആയ സ്കെയിൽ 32 ഡിഗ്രി ഫാരനൈറ്റ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. അതേപോലെ 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ 212 ഡിഗ്രി ഫാരനൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അടുത്ത ഗ്രാഫ് കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആൽഫ വി. നിങ്ങൾക്കറിയാലോ 3 തരത്തിലുള്ള എക്സ്പാൻഷൻ, ലിനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആർ ദ കോപ്പർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. എക്സ് ആക്സിൽ ടെമ്പറേച്ചർ, വൈ ആക്സിൽ ആൽഫ വി ആണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ്. എക്സ് ആക്സിൽ ടെമ്പറേച്ചർ, വൈ ആക്സിൽ പ്രഷർ. അറ്റ് ലോ ഡെൻസിറ്റി ഗ്യാസ് കെപ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ആ സമയത്ത് -273.15 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ 0 ആകുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കെൽവിൻ സ്കെയിലിലേക്ക് നയിച്ചിട്ടുള്ളത്. അടുത്തത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കേസിലേക്ക് വരാം. ഇവിടെ 2 ഗ്രാഫാണ് കാണിച്ചത്. ഒന്നാമത്തെ എ ഗ്രാഫ് എക്സ് ആക്സിൽ ടെമ്പറേച്ചറും വൈ ആക്സിൽ വോളിയവുമാണ് എടുത്തിരിക്കുന്നത്. ഗ്രാഫിന്റെ ഷേപ്പ് നോക്കൂ. രണ്ടാമത്തെ ഗ്രാഫിൽ ടെമ്പറേച്ചർ എക്സ് ആക്സിലും വൈ ആക്സിൽ ഡെൻസിറ്റിയുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്തത് കാണിച്ചിരിക്കുന്നത് പ്രഷർ ടെമ്പറേച്ചർ ഫേസ് ഡയഗ്രാം ആണ്. ഒന്നാമത്തത് വാട്ടർ, രണ്ടാമത്തത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ട്രിപ്പിൾ പോയിന്റ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ശരിക്കും ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ? ദി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് വിച്ച് ദി ഫ്യൂഷൻ കർവ്, വേപ്പറൈസേഷൻ കർവ് ആൻഡ് sublimation curve meet and all the 3 phases of a substance coexist is called the triple point of the substance. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്ടറിന്റെ ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ 273.16 കെൽവിനിലും പ്രഷർ 6.11 × 10⁻³ പാസ്കലിലും ആണ്. അടുത്തത് ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റിന്റെ ഗ്രാഫാണ്. എക്സ് ആക്സിൽ ഹീറ്റും വൈ ആക്സിൽ ടെമ്പറേച്ചറും. ഇവിടെ നിങ്ങൾക്ക് 3 സ്റ്റേറ്റ് കാണാം. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റ് കാണാൻ പറ്റും. ഫേസ് ചേഞ്ച് കാണിച്ചിട്ടുണ്ട്. സോളിഡ് നിന്ന് ലിക്വിഡിലേക്ക് മാറുന്ന പോയിന്റ്, ലിക്വിഡ് നിന്ന് ഗ്യാസിലേക്ക് മാറുന്ന പോയിന്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഇവിടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അടുത്ത ഗ്രാഫ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് കൂളിംഗ് എന്ന കൺസെപ്റ്റിലേക്കാണ്. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദി ബോഡി ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്. അതിൽ 11.18 എന്ന ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ ടെമ്പറേച്ചറും വെക്കുമ്പോൾ ഉള്ള ഗ്രാഫാണ്. എന്നാൽ രണ്ടാമത്തെ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ ലോഗ് T2 - T1ന്റെ ഗ്രാഫുമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എക്സ് ആക്സിൽ ടെമ്പറേച്ചറും വൈ ആക്സിൽ സ്പെസിഫിക് ഹീറ്റും എടുത്തൊരു ഗ്രാഫ്. ആരുടേത്? വാട്ടറിൻ്റെത്. എന്താണ് സ്പെസിഫിക് ഹീറ്റ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 kilogram substance by 1 Kelvin. Specific heat capacity of water is 4186 joule per kg ആണ്. അതിന്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് PV കർവ് ആണ്. എക്സ് ആക്സിൽ വോളിയവും വൈ ആക്സിൽ പ്രഷറും എടുത്ത പ്രോസസ്. ഐസോതെർമൽ അഡിയാബാറ്റിക് പ്രോസസ്സുകൾ ഇവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അഡിയാബാറ്റിക് പ്രോസസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ് കാണിച്ചിരിക്കുന്നത്. അടുത്തതാണ് കാർനോട്ട് സൈക്കിൾ. ഇവിടെ 4 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ദി ഗ്യാസ് ഫ്രം ദി സ്റ്റേറ്റ് P1 V1 T1 to P2 V2 T2. രണ്ടാമത്തത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് ദി ഗ്യാസ് ഫ്രം P2 V2 T2 to P3 V3 T2. തേർഡ് സ്റ്റെപ്പ് that is isothermal compression for the gas from P3 V3 T2 to P4 V4 T2. Fourth step adiabatic expansion for the gas from P4 V4 T2 to P1 V1 T1. അടുത്തത് ഒരു റിയൽ ഗ്യാസ് അപ്രോച്ച് ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്തത് ഒരു PV കർവാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റീമാണ്. 3 ടെമ്പറേച്ചർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്.
ബോയിൽസ് ലോ കൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ബോയിൽസ് ലോ എല്ലാവർക്കും അറിയില്ല, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കേസ് ആണ്. രണ്ടാമത്തത് ചാൾസ് ലോയിലേക്കാണ് വരുന്നത്. ഒരു TV കർവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ 3 പ്രഷറിലാണ് കമ്പയർഡ് വിത്ത് ചാൾസ് ലോ. അടുത്തത് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഫോർ ദി മോഷൻ റെപ്രസെന്റഡ് ബൈ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് വൈ എന്ന ഇക്വേഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു വേവ് സഞ്ചരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ ഡിസ്പ്ലേസ്മെന്റുമാണ് ഉള്ളത്. അടുത്തത് ഇതേ കേസ് തന്നെയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഫൈ ഈക്വൽ ടു 0യും ആൻഡ് മൈനസ് പൈ ബൈ 4ഉം ആണ്. അത് വെച്ചിട്ടാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അടുത്ത ഗ്രാഫ് ഫൈ ഈക്വൽ ടു 0യാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനിയാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിലേക്ക് വരുന്നത്. ഇവിടെ ആദ്യത്തെ ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റും ടിയും തമ്മിലുള്ള ഗ്രാഫാണ്. രണ്ടാമത്തത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. മൂന്നാമത്തത് എക്സലറേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ഇവിടെ ഇക്വേഷൻ ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇക്വേഷനുകളൊക്കെ ഓൾറെഡി നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തതാണ്. എല്ലാവരും അതൊന്ന് ഒബ്സർവ് ചെയ്ത് നന്നായിരിക്കും. 3ന്റെയും 4 അതുപോലെ ഫോഴ്സിന്റെ ഗ്രാഫ് കൂടി ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ഗ്രാഫ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ലൈഡ് നോക്കുക. അതിലെ ഏറ്റവും ലാസ്റ്റ് ഫോഴ്സിന്റെ ഗ്രാഫ് ഇക്വേഷൻസുകളൊക്കെ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. y ഈക്വൽ ടു a sin ഒമേഗ ടി, v ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ, a ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ y, f ഈക്വൽ ടു m ഒമേഗ സ്ക്വയർ y എന്നൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അടുത്തത് സിമ്പിൾ ഹാർമോണിക്കിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ക്ലോസ് ടു നാച്ചുറൽ ഫ്രീക്വൻസി കേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു സിനുസോയിഡൽ വേവ് കാണിച്ചിരിക്കുന്നു. ഇതാണ് വേവ്. വേവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യേകതകളുണ്ട്. 2 തരത്തിലുള്ള വേവ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്. രണ്ടിന്റെയും ഗ്രാഫ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് വേവിൽ ക്രസ്റ്റും ട്രഫിനെ കുറിച്ചും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡൽ വേവിൽ C is the compressed region, R is the rarefaction region ഒക്കെ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ മറ്റൊരു ഗ്രാഫ് കൂടി കാണിച്ചിരിക്കുന്നുണ്ട്. സൂപ്പർ പൊസിഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ്. വേവുകളുടെ സൂപ്പർ പൊസിഷൻ വ്യക്തമാക്കുന്ന ഒരു ഗ്രാഫ് കൂടി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ വിദ്യാർത്ഥികളെ, ഇന്ന് നാം ചർച്ച ചെയ്തത് +1 വളരെ ഇമ്പോർട്ടന്റ് ആയ ഗ്രാഫുകളും അതിന്റെ എക്സ്പ്ലനേഷനുകളുമാണ് നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നത്. +1 +2 എൻട്രൻസ് എക്സാമുകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഉപകാരപ്രദമാകും. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് യഥാസമയം എത്തും. ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.